ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെട്ടിയിറക്കുന്നവരെ വാർഡ് ഭാരവാഹിത്വം ഏൽപ്പിക്കേണ്ടതില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനം 2027 പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തീവണ്ടി യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് MDC കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി. ആർട്ട് ഗാലറിയും ചരിത്ര മ്യൂസിയവും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിൽ ചിത്രം വരച്ച് പ്രതിഷേധം. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. കെട്ടിയിറക്കുന്നവരെ വാർഡ് ഭാരവാഹിത്വം ഏൽപ്പിക്കേണ്ടതില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജില്ലയിലെ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KC വേണുഗോപാൽ. രണ്ടാം വട്ടവും അധികാരം കിട്ടിയതിന്റെ ഹുങ്കുമായുള്ള CPMന്റെ ദുർഭരണത്തിനെതിരായ ജനവികാരം വോട്ടാക്കി മാറ്റാൻ ഒന്നിച്ചു പ്രവർത്തിക്കുമെന്ന സന്ദേശം പകർന്ന് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാരുടെ ആദ്യ യോഗം. കടലാസ് കമ്മിറ്റികളോട് സലാം പറയേണ്ട അവസരമാണ് ഇതെന്നും കെട്ടിയിറക്കുന്ന ഒരാളെയും വാർഡ് ഭാരവാഹിത്വം ഏൽപ്പിക്കേണ്ടതില്ലെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. ജയസാധ്യതയ്ക്ക് മാത്രമാകണം മുൻഗണന നൽകേണ്ടതെന്നും ഭാരവാഹികളുടെ വ്യക്തി താൽപര്യങ്ങളും കുടുംബ താൽപര്യങ്ങളും തൽക്കാലം മാറ്റിവെക്കണമെന്നും KC വേണുഗോപാൽ നിർദ്ദേശിച്ചു. നമുക്ക് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകാം, സുഹൃത്തുക്കളുടെ സമ്മർദ്ദം ഉണ്ടാകാം, കുടുംബ ബന്ധങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. നിങ്ങൾ വാർഡ് പ്രസിഡന്റായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ, നിങ്ങൾ വാർഡ് കമ്മിറ്റിയുടെ ഒന്നിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ വാർഡിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയിലെ കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറെ, മുനിസിപ്പൽ കൗൺസിലറെ, കോർപ്പറേഷൻ കൗൺസിലറെ, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ജയിപ്പിക്കുക എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഏറ്റവും കഠിനമായ കാര്യം. KPCC പ്രസിഡന്റ് K സുധാകരൻ തിരിച്ചറിയൽ കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അധ്യക്ഷനായിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷി, AICC സെക്രട്ടറി മൻസൂർ അലിഖാൻ, MPമാരായ MK രാഘവൻ, ഷാഫി പറമ്പിൽ, T സിദ്ദീഖ് MLA, കോൺഗ്രസ് നേതാക്കളായ K ജയന്ത്, K തുളസി, PA നിയാസ്, CN സുബ്രഹ്മണ്യൻ, NK അബ്ദുൾ റഹ്മാൻ, പ്രമോദ് കക്കട്ടിൽ, KC അബു, K ബാലനാരായണൻ, വിനോദ് പടനിലം, PM അബ്ദുൾ റഹ്മാൻ, TK രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനം 2027 പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അവലോകന യോഗത്തിലാണ് തീരുമാനം. രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വികസനം 2027 ജൂണിൽ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പ്രവൃത്തി അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ജൂലൈയിൽ നിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടം കടക്കും. വിമാനത്താവളത്തിന്റെ രീതിയിൽ തന്നെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അത് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ 1 ഇഞ്ച് ഭൂമി പോലും ക്യൂർ ചെയ്യാതെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കൂടുതൽ പാസഞ്ചേഴ്സിന് ഗുണപ്രദമായിട്ടുള്ള ആ രീതിയിലാണ് ഇത് നിർമ്മിക്കുന്നത്. മാത്രമല്ല, ആധുനിക സാങ്കേതിക വിദ്യയെല്ലാം തന്നെ, ഇതുവരെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും. അതുപോലെ ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ടാവും.
അതുപോലെ തന്നെ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടാകും. അങ്ങനെ ഏത് രീതിയിൽ നമ്മളൊരു എയർപോർട്ടിൽ ചെല്ലുന്നു ആ രീതിയിലുള്ള സംവിധാനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് IT ഹബ്ബ് സ്ഥാപിക്കുന്നതിനുള്ള കാര്യങ്ങൾ റെയിൽവേ ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ടെന്ന് MK രാഘവൻ MP പറഞ്ഞു. അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ജൂലൈയിൽ ഒരു പ്രധാന ഘട്ടം എന്ന് പറയുന്നത് ഓരോ ഫേസ് ആയിട്ട് വേണം. ആദ്യത്തെ ഫേസ് ജൂലൈയിൽ പൂർത്തിയാകുമെന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഫേസ് ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ നമ്മുടെ ഹെൽത്ത് യൂണിറ്റാണ് ഒന്ന്, പിന്നെ ക്വാർട്ടേഴ്സാണ്. ആദ്യത്തെ ഫേസ് എന്തായിരിക്കും? DRM അരുൺകുമാർ ചതുർവേദി, ADRM ജയകൃഷ്ണൻ, സ്റ്റേഷൻ ഡയറക്ടർ ബർജാസ് മുഹമ്മദ്, ചീഫ് എഞ്ചിനീയർ P രാജഗോപാലൻ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ റോബിൻ രാജൻ, SDE അഭിഷേക് വർമ്മ, അഡീഷണൽ ഡിവിഷണൽ എഞ്ചിനീയർ KM സുധീന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തീവണ്ടി യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് MDC കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി. പ്രസിഡന്റ് ഷെവലിയാർ C ചാക്കുണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു നിവേദനം നൽകിയത്. തീവണ്ടി യാത്രക്കാരുടെ പൊതുവെയും മലബാറിലെ പ്രത്യേകിച്ചും യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ അതീവ തൽപരരാണെന്നും യാതൊരു അവഗണനയും വിവേചനവും കേരളത്തോട് കാണിക്കുന്നില്ലെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാനും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റുമായ ഷെവലിയാർ C ചാക്കുണ്ണിയും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പനും സമർപ്പിച്ച അസോസിയേഷന്റെ നിവേദനം സ്വീകരിച്ച് കോഴിക്കോട് റെയിൽവേ അതിഥി മന്ദിരത്തിൽ വെച്ച് നടന്ന ചർച്ചയിൽ അറിയിച്ചു. കേരളത്തിലെ മറുനാട് മലയാളികളുടെയും തീർത്ഥാടകരുടെയും പ്രത്യേകിച്ച് മലബാറിലെയും യാത്രക്കാരുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും വളരെ വിശദമായി അദ്ദേഹത്തെ അറിയിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. ഇക്കാര്യങ്ങളിലെല്ലാം അദ്ദേഹം വളരെ അനുകൂലമായ നടപടി എടുക്കാമെന്നും കേരളത്തോട് റെയിൽവേക്ക് യാതൊരു വിവേചനമില്ലെന്നും അറിയിച്ചത് ശുഭവാർത്തയായി കണക്കാക്കുകയാണ്. ഈ വർഷാരംഭത്തിൽ വളരെയധികം പ്രതീക്ഷ യാത്രക്കാർക്ക് നൽകുന്നുണ്ട്. യാത്രക്കാരുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി അവതരിപ്പിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം വന്ദേ ഭാരതിൻ്റെ 16 കോച്ചുള്ള വണ്ടികൾ 20 കോച്ചാക്കാമെന്നും ട്രയൽ റണ്ണ് നടത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, ജില്ലാ പ്രസിഡന്റ് VK സജീവൻ എന്നിവർ ചർച്ചകളിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആർട്ട് ഗാലറിയും ചരിത്ര മ്യൂസിയവും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിൽ ചിത്രം വരച്ച് പ്രതിഷേധം. ചിത്രകാരൻ K ജീവാനന്ദനാണ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. ഫറോക്ക് നഗരസഭയിൽ ആർട്ട് ഗാലറിയും ചരിത്ര മ്യൂസിയവും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തെരുവുകളിൽ ചിത്രം വരച്ച് പ്രതിഷേധം. ചിത്രകാരൻ K ജീവാനന്ദനാണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഓർമ്മപ്പെടുത്തൽ എന്ന പേരിൽ ചിത്രം വരച്ച് പ്രതിഷേധിക്കുന്നത്. നിരവധി ചരിത്രശേഷിപ്പുകളുള്ള ഫറോക്കിനെ അധികാരികൾ അവഗണിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് ഒരു കലാകാരന്റെ മാത്രമല്ല നാടിന്റെ കൂടി ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, ഫറോക്ക് മേഖല ചരിത്ര മേഖലയാണ്. ഇവിടെ തൊഴിലാളികളും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കലാകാരന്മാരും ഉള്ള ഒരു മേഖലയായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു ഓർമ്മകളും ഇന്ന് അവശേഷിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് സംരക്ഷിക്കാൻ ആരുമില്ല. ഫറോക്കിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയും വിവിധ കലാ സാംസ്കാരിക സംഘടനകളും ജീവാനന്ദന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. തന്റെ കലാപ്രവർത്തനങ്ങൾ ഒരു ആർട്ട് ഗാലറിയിലൂടെ പ്രദർശിപ്പിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന കലാകാരന്റെ ഓർമ്മകളോ അല്ലെങ്കിൽ ആഗ്രഹമോ നിറവേറ്റപ്പെടുന്നുമില്ല എന്നുള്ള ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അധികാരികളുടെ കണ്ണു തുറക്കാനും ജനമനസ്സിൽ അതിനുള്ള ചിന്തയുണ്ടാവാനും വേണ്ടിയാണ് ഈ ചിത്ര രചന തെരുവിൽ നടത്തുന്നത് എന്ന് അറിയുന്നു. അതോടൊപ്പം അതിനുവേണ്ടി എല്ലാവിധ പിന്തുണയും നേരുകയും ചെയ്യുകയാണ്. ഒരാഴ്ച നീളുന്ന പ്രതീകാത്മക പ്രതിഷേധ ചിത്രരചന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് വിമാനത്താവളത്തെ തകർക്കാനുള്ള ശ്രമത്തിനെതിരെ MDF പ്രക്ഷോഭത്തിലേക്ക്. സമരത്തിന്റെ ഭാഗമായി ജനുവരി 6-ന് മാനാഞ്ചിറ പരിസരത്ത് ധർണാ സമരം നടത്തും. സ്വകാര്യവൽക്കരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പിന്നാലെ ഓടി നടക്കേണ്ട ഓരോ വിഷയങ്ങൾക്കും പ്രൊസസ് ചെയ്യേണ്ട അത് അവസാനിച്ചു കിട്ടും. ആ സ്വകാര്യ മുതലാളി അത് വേണ്ട രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടു. ഇന്ന് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിച്ച വിമാനത്താവളങ്ങളെല്ലാം വളരെ ശക്തമായി തന്നെ പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ 3 സ്വകാര്യ മേഖലയാണ്. പൊതുമേഖലയിൽപ്പെട്ട കരിപ്പൂരിനെയാണ് കഴുത്തു ധരിച്ച് ഈ നമ്മുടെ കോർപ്പറേറ്റ് ലോബി, ആ മാഫിയ സംഘം തകർത്തിക്കൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം തകർക്കാൻ ശ്രമിക്കുന്ന തൽപര കക്ഷികൾക്കെതിരെ പ്രതികരിക്കാനും റൺവേ സുരക്ഷാ മേഖലയുടെ നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കോഴിക്കോട്ടെ മെട്രോ റെയിൽ പദ്ധതി വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കണമെന്നും കരിപ്പൂരിൽ അനാവശ്യമായി തടഞ്ഞുവെച്ച വലിയ വിമാന സർവീസ് ഉടനെ ആരംഭിക്കണമെന്നും കരിപ്പൂരിൽ നിന്നും ഹജ്ജിന് പോകുന്നവരിൽ നിന്നും അമിതമായ വിമാനക്കൂലി ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ അടിയന്തര വിഷയങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മലബാർ ഡെവലപ്മെന്റ് ഫോറം ജനുവരി 6-ന് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ധർണാ സമരം നടത്തുന്നു. കോഴിക്കോട് കിഡ്സൺ കോർണറിലാണ് ധർണാ സമരവേദി. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KM ബഷീർ, ജനറൽ സെക്രട്ടറി K കൈസ് അഹമ്മദ്, ട്രഷറർ PP ഷബീർ ഉസ്മാൻ എന്നിവർ പങ്കെടുത്തു. ഞങ്ങൾ പറയുന്നു, കരിപ്പൂർ നിലവിലെ സാഹചര്യത്തിൽ തന്നെ വൈറ്റ് ബോഡിക്ക് 100% ഫിറ്റാണ്, യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് സൺഡേ സെപ്റ്റംബർ 4, 2011 എത്ര കൊല്ലായി ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻസ് സാക്ഷ്യപ്പെടുത്തിയ ലെറ്ററാണിത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് ആവേശം പകർന്ന് കയാക്കിംഗ് മത്സരം. സിറ്റ് ഓൺ ടോപ്പ് കയാക്കിംഗ് മത്സരത്തിൽ ആൽഫി ടോംബിയും സോനം KRഉം ജേതാക്കളായി. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ സീസൺ 4-ൽ ഓളമായി ബേപ്പൂർ ബ്രേക്ക് വാട്ടറിൽ നടന്ന സിറ്റ് ഓൺ ടോപ്പ് കയാക്കിംഗ് മത്സരം. മെൻ സിംഗിൾ, വിമൻ സിംഗിൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി നടന്ന മത്സരത്തിൽ കേരളത്തിനകത്തും പുറത്തും നിന്നുള്ള 72ഓളം പേർ മത്സരിച്ചു. പ്രാദേശികമായുള്ളവർക്ക് കൂടി അവസരം നൽകിക്കൊണ്ടായിരുന്നു മത്സരം. 300 മീറ്റർ ട്രാക്കിലായിരുന്നു മത്സരം. മെൻ വിഭാഗത്തിൽ ആൽഫി ടോംബിയും വിമൻ വിഭാഗത്തിൽ ശില്പ KRഉം ഒന്നാമതെത്തി. ആൽബർട്ട് രാജ്, സോന KR എന്നിവർ 2 വിഭാഗങ്ങളിലും 2ാം സ്ഥാനത്തെത്തി. ദേശീയ തലത്തിൽ കയാക്കിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രാഗൽഭ്യം തെളിയിച്ച മത്സരാർത്ഥികളും പങ്കെടുത്തു. 1ാം സ്ഥാനത്തിന് 25,000 രൂപയും 2ാം സ്ഥാനത്തിന് 15,000 രൂപയും 3ാം സ്ഥാനത്തിന് 5,000 രൂപയുമാണ് സമ്മാനം. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ജനുവരി 7 മുതൽ 13 വരെ വിവിധ സാമൂഹ്യ സേവന കാര്യപരിപാടികളുമായി ലയൺസ് സർവീസ് വീക്ക് ആചരിക്കുമെന്ന് ലയൺസ് ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായുള്ള സേവന പ്രവർത്തനങ്ങളുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ഭാരവാഹികൾ പ്രഖ്യാപിച്ചു. അത് 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ്. അത് പ്രധാനപ്പെട്ട രണ്ട് പരിപാടികൾ. ഒന്ന്, 10-ാം തീയതി മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ക്യാൻസർ വാർഡിലേക്ക് ഏതാണ്ട് 6 ലക്ഷം രൂപ വരുന്ന എയർവിയോ എക്സലൻസി മെഷീനും 2 ഇൻഫ്യൂഷൻ പമ്പുകളും കൂടാതെ 3 സ്ട്രക്ചർ ബോർഡ് കൂടി ഏതാണ്ട് 6 ലക്ഷം രൂപയുടെ സാധന സൗജന്യമായി നൽകുന്നുണ്ട്. അതുപോലെ 13-ാം തീയതി ആശീർവാദ ലോൺസിൽ വെച്ചിട്ട് ഒരു സമൂഹ വിവാഹം 3 ജാതിമത ഭേദമന്യേ 3 പെൺകുട്ടികൾക്കാണ് ഈ തവണ വിവാഹം നടത്തിക്കൊടുക്കുന്നത്. എരഞ്ഞിപ്പാലം ആശീർവാദ് ലോൺസിൽ വെച്ചാണ് വിവാഹം. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ഈ വധൂവരന്മാർക്കു വേണ്ടി വിവാഹ ദിവസം ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങളും
ഓരോ പെൺകുട്ടിക്കും ഒരു കൊല്ലത്തോളം ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങളും ഓരോ സൂട്ട് കേസായി നൽകാനും ഉദ്ദേശിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് 2 പവന്റെ സ്വർണ്ണാഭരണവും നൽകുന്നതാണ്. കൂടാതെ 300 പേർക്കുള്ള സദ്യ, നാഗസ്വരം, സ്റ്റേജ്, ബൊക്കെ, മാല, ആൽബം ഇവയെല്ലാം ഇതോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണെന്ന് ലയൺസ് ഭാരവാഹികൾ പറഞ്ഞു. അത് ആ കുട്ടിക്ക് കല്യാണ ദിവസം ഉപയോഗിക്കാനുള്ള സാരി, പയ്യനുള്ള ഷർട്ട്, മുണ്ട്, അതിന്റെ പുറമെ 2 പവന് കുട്ടിക്ക് നെക്ലസും ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ പുറമെ സ്റ്റേജ് ഡെക്കറേഷൻ, ആൽബം, നാഗസ്വരം, സദ്യ എല്ലാം ഒരു നന്നായിട്ട് ഒരു കല്യാണം നടത്തുന്നതായിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. 300 പേർക്കാണ് ഞങ്ങൾ സദ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കെ പ്രേംകുമാർ, ഇ അനിരുദ്ധൻ, അഡ്വക്കേറ്റ് ജോജോ ചാക്കോ, വത്സല ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പൊതു ഇടങ്ങളിൽ ഭിന്നശേഷി സൗഹൃദമാക്കണമെന്ന സക്ഷമയുടെ ആവശ്യത്തിന് കോഴിക്കോട് നഗരം പരിഹാരം കാണുന്നു. കോഴിക്കോട് ബീച്ചിൽ ഇതിനായി പ്രത്യേക ഭാഗം അനുവദിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. അവർക്ക് വൈഭവം ഉണ്ടാകണമെങ്കിൽ അവർ ജീവിക്കുന്ന സകലാംഗ സമൂഹത്തിന് ഈ ഉൾക്കാഴ്ച ഉണ്ടാവണം. നമുക്ക് കാഴ്ചയുണ്ട്, പക്ഷേ കാഴ്ചയില്ലാത്ത സഹോദരന്മാർ അനുഭവിക്കുന്ന നിത്യവ്യതകൾ മനസ്സിലാക്കാൻ, അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ആ തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാഴ്ചയുള്ള നമ്മുടെ സമൂഹത്തിന് ഇല്ലാതെ പോകുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് സർക്കാർ നൽകിയിട്ടുള്ള അവകാശ നിയമങ്ങൾ നടപ്പിലാകാതെ പോകുന്നത്. ധാരാളം നിയമവ്യവസ്ഥകൾ ഈ 2016 RPWD ആക്ടിലുണ്ട്. 2016 പാർലമെന്റ് പാസാക്കിയ ഭിന്നശേഷി അവകാശ നിയമം പൂർണ്ണമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സക്ഷമ കോഴിക്കോട് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി 5 വൈകിട്ട് 5 കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ഭിന്നശേഷിക്കാരുടെ റാലിയോടനുബന്ധിച്ച് ആക്സസിബിൾ പാർക്കിംഗ് ഏരിയയുടെ ഉദ്ഘാടനം നടക്കും. എന്റെ വഴി എന്റെ ജീവിതം എന്ന സന്ദേശമുയർത്തിയാണ് ബോധവൽക്കരണ സമ്മേളനം. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് IG പി പ്രകാശ് IPS ഉദ്ഘാടനം നിർവഹിക്കും. അത് കേരളത്തിൽ മൊത്തം ഒരു മാതൃകയായിട്ട് ഒരു സന്ദേശമായിട്ട് ഉണ്ടാകണമെന്ന് കരുതി ഞങ്ങൾ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് IG ട്രാഫിക്കിന്റെ ചുമതലയുള്ള പ്രകാശ് സാറെ ഞങ്ങൾ സമീപിച്ചു. അദ്ദേഹം വളരെ ഫേവറായിട്ട് അതിനോട് പ്രതികരിക്കുകയും ആ പ്രോഗ്രാമിൽ ഞാൻ തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാൻ വരും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ പി ഗോപകുമാർ, ആർ രാമചന്ദ്രൻ, പി പ്രകാശൻ, പ്രജിത് ജയപാൽ, CK സുഭാഷ്, വി പ്രമീള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വുഷു ദേശീയ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടിയ അനസിനെ ആദരിച്ചു. കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ആദരവ്. 68ാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വുഷു സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ കൊടുവള്ളി ഹയർ സെക്കൻഡറി +2 വിദ്യാർത്ഥി BC മുഹമ്മദ് അനസിനെ SMC, PTA, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ സംയുക്തമായി സ്കൂളിൽ നിന്ന് ബാൻഡ് മേള അകമ്പടിയോടുകൂടി സ്വീകരിച്ചാനയിച്ച് കൊടുവള്ളി ടൗൺ ചുറ്റി സ്കൂളിൽ സമാപിച്ചു. ഘോഷയാത്ര PTA റഹീം MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. PTA പ്രസിഡന്റ് RV അബ്ദുൾ റഷീദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ജാഫർ NM സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ ചെയർമാൻ വെള്ളറ അബ്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ഗോൾഡ് മെഡലിസ്റ്റ് മുഹമ്മദ് അനസ്, സംസ്ഥാന ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കോഴിക്കോട് ജില്ലാ താരം മുഹമ്മദ് ഷാദ്, കായിക അധ്യാപിക സ്റ്റെല്ല ടീച്ചർ എന്നിവരെ ഒളിമ്പ്യന്മാരായ KT ഇർഫാൻ, നോഹ നിർമ്മൽ ടോം, SMC ചെയർമാൻ കുണ്ടുങ്ങര മുഹമ്മദ് എന്നിവർ
ഹാരാർപ്പണം നടത്തിയും പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു. മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ശിവദാസൻ, ഡിവിഷൻ കൗൺസിലർ ഫൗസത്ത് ബഷീർ, HM സുബിത ടീച്ചർ, SMC വൈസ് ചെയർമാൻ KT സുനി, PTA വൈസ് പ്രസിഡന്റ് സാജിദ, HSS സ്റ്റാഫ് സെക്രട്ടറി അജിത്ത് മാസ്റ്റർ, മുസ്തഫ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. HS സ്റ്റാഫ് സെക്രട്ടറി മധു മാസ്റ്റർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡോക്ടർ അംബേദ്കറിനെ അവഹേളിച്ച അമിത്ഷായെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ജയ് ഭീം റാലി നടത്തുന്നു. ജനുവരി 7 ചൊവ്വ വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലാണ് റാലി. വടക്കൻ കേരളത്തിലെ 7 ജില്ലകളിലെ വിവിധ പട്ടികജാതി, പട്ടികവർഗ, ദലിത്, ബഹുജൻ പ്രസ്ഥാനങ്ങളും ബഹുജൻ സമാജ് പാർട്ടി, വെൽഫെയർ പാർട്ടി തുടങ്ങിയ ബഹുജൻ പക്ഷ രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഒന്നിച്ച് അണിനിരക്കുന്ന നിലയിൽ കോഴിക്കോട് വരുന്ന 7-ാം തീയതി ജയ് ഭീം റാലി മുതലക്കുളം മൈതാനിയിൽ നടക്കുകയാണ്. 7-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് റാലി ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ സമാനതകളില്ലാത്ത നേതാവും ഇന്ത്യയിലെ ഒന്നാമത്തെ നിയമമന്ത്രിയുമായ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറെ അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പാർലമെന്റിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കോഴിക്കോട്ട് വിവിധ പട്ടികജാതി, പട്ടികവർഗ, ദളിത്, ബഹുജൻ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ജയ് ഭീം റാലി നടത്തും. 2025 ജനുവരി 7 ചൊവ്വ വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടക്കുന്ന ജയ് ഭീം റാലി മുൻ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഡയറക്ടറും സാമൂഹിക പ്രവർത്തകനുമായ പ്രൊഫസർ ഡോക്ടർ G. മോഹൻ ഗോപാൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ രമേശ് നന്മണ്ട, രാംദാസ് വേങ്ങേരി, രഞ്ജിത്ത് ഒളവണ്ണ, KT വാസു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പെരവച്ചേരി GLP സ്കൂളിൽ നിന്നും കോട്ടൂർ ടൗൺ വരെയാണ് ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തിയത്. കയണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലഹരി വിരുദ്ധ റാലി നടത്തിയത്. പേരാമ്പ്ര സർക്കിൾ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PK സജിത് കുമാർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. അണ്ടർ 14 സെലക്ഷൻ നേടിയ CP ചന്ദന അഭിലാഷിനെയും അണ്ടർ 17 സെലക്ഷൻ നേടിയ CK ദേവിക സുരേഷിനെയും MBBS പ്രവേശനം നേടിയ വൈഷ്ണവ് മോഹനനെയുമാണ് ആദരിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം പെരുവച്ചേരി GLP സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ V. ഇമ്പിച്ചാലി നിർവഹിച്ചു. മുൻ MEG വോളിബോൾ കോച്ച് ബാലകൃഷ്ണൻ കോട്ടൂർ ഉപഹാരം നൽകി ആദരിച്ചു. VV ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. E. ഗോവിന്ദൻ നമ്പീശൻ, T. സുകന്യ, KS പ്രസീന തുടങ്ങിയവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെട്ടിയിറക്കുന്നവരെ വാർഡ് ഭാരവാഹിത്വം ഏൽപ്പിക്കേണ്ടതില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനം 2027 പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തീവണ്ടി യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് MDC കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിവേദനം നൽകി. ആർട്ട് ഗാലറിയും ചരിത്ര മ്യൂസിയവും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിൽ ചിത്രം വരച്ച് പ്രതിഷേധം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chamanur International Jewelers.